നമ്മളങ്ങനെ രാവിലെ മലപ്പുറം പെരിന്തൽമണ്ണയല്ലേ, ചെറുകര, മലപ്പുറം ചെറുകരയിലോട്ടുള്ള യാത്രയിലാണ്. ഇപ്പം സമയം 3:30 മണി. നമ്മളൊരു 9 മണിയാകുമ്പോൾ അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളങ്ങനെ ബാംഗ്ലൂർ പോയപ്പം കയറി അതേ നയാരെ കയറിയിട്ട് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ഇവിടുന്ന് നേരെ എറണാകുളം. നല്ലൊരു പമ്പാണ്. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. എടപ്പള്ളി ലുലു, ഇവിടുന്ന് റൈറ്റ് എടുത്ത് വേണം പോകാൻ. നേരം ചെറുതായിട്ട് വെളുത്ത് വരുന്നു. ഇപ്പോൾ സമയം 5:50. കൊച്ചി ഉണർന്നു വരുന്നതേ ഉള്ളൂ. നമ്മളങ്ങനെ ആ കഫേ കോഫി ഡേയുടെ അവിടെ എത്തി. നെടുമ്പാശ്ശേരി എല്ലാം കഴിഞ്ഞിട്ട് അങ്കമാലിയും കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഭാഗത്താണിത്. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു കോഫി കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുക. നമ്മളങ്ങനെ എറണാകുളത്ത് നിന്ന് നേരെ വിട്ടത് തൃശ്ശൂർ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അത് ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ നമ്മൾ നേരെ വിടുന്നത് തൃശ്ശൂർ ടൗണിൽ കൂടാന്ന് തോന്നുന്നു. ഇതുവഴി ഗുരുവായൂർക്ക് പോകാമെന്നാണ് തോന്നുന്നത്. ഗുരുവായൂർ റോഡെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇനി അടുത്തത് തൃശ്ശൂരാണ്. ഇത് നേരെ എനിക്ക് തോന്നുന്നത് പട്ടാമ്പി വഴിയൊക്കെ ഉള്ള റൂട്ടാണെന്നാണ് തോന്നുന്നത്. രാവിലെ ആയതുകൊണ്ട് അത്ര വലിയ ക്രൗഡോ ഇല്ല, ട്രാഫിക്കോ ഒന്നുമില്ല. എന്നാലും അത്യാവശ്യം ഇവിടെ ട്രാഫിക്കൊക്കെ ഉണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് തേക്കുംകാട് മൈതാനമാണ്. തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന നമ്മുടെ തൃശ്ശൂർ സിറ്റിയുടെ ഏറ്റവും കണ്ണായ ആ ഒരു സിറ്റിക്കുള്ളിൽ തന്നെയാണ് നമ്മളിപ്പോൾ. രാവിലെ ആയതുകൊണ്ട് നമുക്ക് അത്ര ക്രൗഡ് അനുഭവപ്പെടാത്തത്. നമുക്ക് ഇവിടെ തന്നെ ആ വടക്കുന്നാഥ ക്ഷേത്രമൊക്കെ കാണാം. ദൂരെ നിന്ന് ഒരു ആനക്കുട്ടൻ കടന്നു വരുന്നുണ്ട്. അങ്ങനെ നടന്ന് വരുവാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാം. ഈ റോഡുകളൊന്നും അത്ര വീതി കൂടിയ റോഡൊന്നും അല്ല. അത്യാവശ്യം 2 വണ്ടികൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബ്ലോക്ക് ആവാൻ സാധ്യതയുള്ള റോഡാണ്. എന്നാൽ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലം കൂടെ. ഈ റൈറ്റ് സൈഡിൽ നമുക്കൊരു അമ്പലം കാണാം. അതും ഒരു ഫേമസ് അമ്പലമാണ്. നമ്മൾ കണ്ട ക്ഷേത്രം തിരുവമ്പാടി ക്ഷേത്രമാണ്. പൂരം ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ നിന്നാണ് വരുന്നത്. പാറമേക്കാവ് ക്ഷേത്രവും തിരുവമ്പാടി ക്ഷേത്രത്തിലെയാണ് ഈ കുടമാറ്റമൊക്കെ തൃശ്ശൂർ പൂരത്തിന് വളരെ ഫേമസ് ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത്. ഇവർ വാശിക്കാണ് കുടമാറ്റങ്ങളൊക്കെ നടത്തുന്നത്, 2 കരക്കാർ. നമ്മളങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് വരുവാണ്. പൂമല ഡാമുണ്ട് ഇവിടെ. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പൂമല ഡാം. നമ്മൾ ഷൊർണൂർ ആ ഒരു റൂട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പം ഇവിടെയൊക്കെ മോസ്റ്റ്ലി എല്ലാം പ്രൈവറ്റ് ബസ്സിൻ്റെ സർവീസാണ്, ട്രാൻസ്പോർട്ടിനേക്കാളിലും കൂടുതൽ. ഈ തൃശ്ശൂർ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന ഭാഗത്തെല്ലാം ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു മത്സര ഓട്ടമാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ വണ്ടി ഓടിക്കാൻ. ഇവന്മാരെ ഓവർടേക്ക് ചെയ്യാനോ ഇവർക്ക് സൈഡ് കൊടുക്കാതിരിക്കാനോ നോക്കരുത്. അവർ ഇടിച്ചിട്ടിട്ട് പോകുന്ന ആ രീതിയിലുള്ള ഒരു ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ്. ഇപ്പം നമ്മൾ കണ്ട തിരുവമ്പാടി അമ്പലത്തിൽ നിന്നും അതുപോലെ തന്നെ അക്കരയിലെ അപ്പുറത്തെ സൈഡിലെ പാറമേക്കാവ് അമ്പലത്തിൽ നിന്നുമാണ് ഇവർ ഈ തൃശ്ശൂർ പൂരം നടത്തുന്നത്. 2 കരകൾ. ഇവർ വാശിക്കാണ് കുടമാറ്റമൊക്കെ നടത്തുന്നത്. പ്രശസ്തമായ അമ്പലമാണ് അതും തിരുവമ്പാടി. സാംസ്കാരിക നഗരി എന്നറിയപ്പെടുന്ന തൃശ്ശൂരിൽ കൂടി നമ്മളിങ്ങനെ കടന്നു പോകുന്നു. ഇപ്പം ഇതുവഴി തിരുവല്ലുവാമല എന്ന് പറയുന്ന അമ്പലത്തിലോട്ട് ഈ റൂട്ടിൽ കൂടെ പോകാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ യാത്ര സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ ഈസി ആയിട്ട് ഇപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നത്. വലിയ കുഴപ്പമില്ല. പക്ഷേ റോഡുകളൊക്കെ വളരെ മോശമാണ്, പരിതാപകരമായ അവസ്ഥയാണ്. കമ്പാരിറ്റീവ്ലി നമ്മുടെ നാടിൻ്റെ റോഡും ഇവിടുത്തെ റോഡും വെച്ച് നോക്കുകയാണല്ലോ. പക്ഷെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ നാടാണ്. നമ്മളിപ്പോഴും വണ്ടി ഓടിച്ചു പോകുന്ന തൃശ്ശൂരിൻ്റെ ആ ഒരു ടെറിട്ടറിയിലാണ്. സിറ്റി പതുക്കെ വിട്ടിപ്പം ഗ്രാമപ്രദേശത്തോട്ട് കയറി. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒക്കെ മനോഹരമായ ഭൂപ്രകൃതി, കൃഷിയിടങ്ങൾ, റോഡിൻ്റെ ഇരുവശവും അത്യാവശ്യം നമുക്ക് പ്രകൃതി സൗന്ദര്യമൊക്കെ ഒക്കെ കണ്ട് ഇങ്ങനെ പോകാം. പക്ഷേ വളരെ സൂക്ഷിക്കണം. കാര്യം എതിർവശത്തുനിന്ന് വരുന്ന പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകൾ വളരെ ഡേഞ്ചറസ് ആയിട്ടാണ്, സ്പീഡിലാണ് പോകുന്നത് ഈ ചെറിയ വഴിയിൽ കൂടെ. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം ഈ ഒരു റൂട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ എപ്പോഴും. കുമ്പളങ്ങാടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ലെഫ്റ്റിലോട്ട് പോയാൽ.
സത്യത്തിൽ നമ്മൾ കേരളത്തിലെ തന്നെ പല സ്ഥലങ്ങളുടെയും പേരുകൾ തന്നെ എല്ലാം ഒന്നും കേട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നാടൊന്നും കണ്ടിട്ടുമില്ല എന്നുള്ളതാണ്. നമ്മുടെ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ആൽമരമൊക്കെ കണ്ട ആ ഒരു ക്ഷേത്രം പള്ളിമണ്ണ ശിവക്ഷേത്രം എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് കേൾക്കുവാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരും. ക്ഷേത്രം നമ്മൾ പിന്നെ ഈ റൂട്ടിൽ കൂടെ വന്നാലല്ലേ കാണത്തുള്ളൂ. ആ പള്ളിമണ്ണ ശിവക്ഷേത്രം കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് തലശ്ശേരി റോഡാണ്. ഇതുവഴി നമുക്ക് തലശ്ശേരിക്കും പോകാം. അതുപോലെ ഇപ്പം നമ്മളിപ്പം റോഡിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഈ ഏരിയയിൽ വരുമ്പോഴാണ് മനസ്സിലായത് നമ്മുടെ അവിടുത്തെക്കാളിലും വളരെ പരിതാപകരമായ റോഡുകളാണ് ഇവിടെ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ റോഡുകളും. കാര്യം നമ്മൾ കോട്ടയം കറുകച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡൊക്കെ ഇതിലൊക്കെ എത്രയോ അടിപൊളി റോഡുകളാണ്. ഈവൻ MC റോഡ് തന്നെയാണെങ്കിലും കംപ്ലീറ്റ്ലി നൈസായിട്ട് ടാറിട്ടിട്ടുണ്ട്. ഈവൻ ഈ പറയുന്ന ആലപ്പുഴയിലെ ചില ഇട റോഡുകളൊക്കെ നല്ല നല്ല റോഡുകളുണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്നറിയില്ല, ഈ ഏരിയയിലോട്ട് വരുമ്പോഴേ മൊത്തം നമ്മൾ കുഴിക്കകത്ത് ഭയങ്കരമായിട്ട് ഇറങ്ങി ചാടി ഭയങ്കര ബുദ്ധിമുട്ടി തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ ചെറു പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ താണ്ടി നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ. നമ്മളിപ്പോൾ കടന്നു പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ആറങ്ങേട്ടുകര എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കുണ്ടും കുഴിയും തന്നെയാണ്. നമ്മൾ ചാടി പോകുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ വണ്ടി. ഇതും ടൗണിൻ്റെ മധ്യഭാഗത്തൂടെയാണ് ഇത്രയും വളരെ മോശമായ റോഡുകൾ കിടക്കുന്നത്. ഇനിയും നമുക്ക് ഒരു 2 മണിക്കൂർ ഓടാനുണ്ടെന്നാണ് ഏകദേശ കണക്ക്. നമ്മളങ്ങനെ പട്ടാമ്പി ഒറ്റപ്പാലം റോഡിലോട്ട് കയറി അങ്ങനെ നമ്മുടെ യാത്ര തുടരുന്നു. കാക്കരാത്ത് പടിയുന്നു അങ്ങനെ എന്തോ ആണ് ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചത് കണ്ടത്. നമ്മൾ എവിടെ ചെന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ കേരളത്തിൽ ജനങ്ങളെക്കാളും കൂടുതൽ ബൈക്കുകളുണ്ടോ എന്നൊരു സംശയമുണ്ട്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒക്കെ അവർ കട്ട് ചെയ്യും. ഇപ്പം നമ്മുടെ മുന്നിൽ കൂടെ ഒരു ബൈക്ക് കടന്നു പോയി ലെഫ്റ്റിൽ കൂടെ കട്ട് ചെയ്താണ്. ഇനി ബൈ ദ വേ നമ്മൾ അറിയാതെ ലെഫ്റ്റിലോട്ടൊന്ന് ഓടിച്ചെന്ന് വെച്ചു, നമ്മൾ ആ വണ്ടി കാണാതെ, അവൻ അടുത്തുള്ള ആ ഒരു കാണുന്ന ആ ഒരു ലോറിയുടെ അടിച്ചെന്ന് ചാടും. കാരണം നമുക്കിപ്പം ലെഫ്റ്റിലോട്ട് തിരിയണോ റൈറ്റിലോട്ട് തിരിയണോ എന്ന് ഫ്രണ്ടിൽ നോക്കിയിട്ട് വേണമല്ലോ അനുമാനിക്കാൻ. ഇവന്മാർ ഇതിനിടയിൽ കൂടെ ചീറിപ്പാഞ്ഞ് വരിക എന്നുള്ള ഒന്നിൽ ഒരു സൈഡിൽ ബസ്സിൻ്റെ ഒരു വലിയ ഭീഷണി, റോഡിൻ്റെ അവസ്ഥ ബൈക്കിൻ്റെ ഭീഷണി. അപ്പം നാട്ടിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വളരെ ക്ഷമയും വളരെ കരുതലും ഇല്ലെന്നുണ്ടെങ്കിൽ പിടിയും കിട്ടുന്നില്ല, കിട്ടും, ഒരു സംശയം വേണ്ട. പിന്നെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്, വളരെ പരിതാപകരമാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ കെയർ നമ്മൾ ഇതുപോലത്തെ ലോങ് റൂട്ടൊക്കെ എടുക്കുമ്പോൾ എടുക്കണം. അതുപോലെ നമ്മൾ വഴിയിലാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ കണ്ടാൽ മൊത്തം ബംഗാളികളാണ്. ഏത് ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാലും ബംഗാളികളാണ്. അതിപ്പോൾ ആലപ്പുഴയെന്നോ പാലക്കാടെന്നോ മലപ്പുറമെന്നോ തൃശ്ശൂരെന്നോ ഒന്നുമില്ല. മൊത്തത്തിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മുഴുവൻ ബംഗാളി എന്ന് പൊതുവെ വിളിച്ചാലും നോർത്ത് ഇന്ത്യൻസ് ആണ്. അതിനകത്ത് ആസാമി, ബീഹാറി, UP, ബംഗ്ലാദേശ്, ചിലപ്പം നമ്മുടെ കൽക്കട്ട ആ റേഞ്ചിലുള്ള ബംഗാളികൾ, അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തം ഇപ്പോൾ അവരാണ് ഭരിക്കുന്നതെന്ന് തന്നെ പറയാം. അത് കേരളത്തിൽ നമ്മൾ ഇടയ്ക്ക് വരുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഓൾമോസ്റ്റ് കേരളം നമ്മുടെ അടുത്തു നിന്ന് കൈവിട്ട് പോകുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്. അങ്ങനെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഉള്ളത് പട്ടാമ്പി ടൗണിലാണ്. നമ്മൾ അവിടെ നിന്ന് ഇട്ട് വന്നത് ഒരു മണികണ്ഠ റെസ്റ്റോറൻറ്റ്. പക്ഷേ അതൊരു ചെറിയ ഒരു കടയാണ്, ഒരു മാടക്കട പോലത്തെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്. പക്ഷെ അവിടെ കയറി എങ്ങനെ ഇരുന്ന് കഴിക്കും? പട്ടാമ്പിയിൽ നല്ലൊരു വെജിറ്റേറിയൻ ഭക്ഷണശാല ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടിയത് ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷെ അതൊരു അത്ര വലിയ ഒരു നിലവാരമുള്ള ഒട്ടും നിലവാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്ത ഒരു റെസ്റ്റോറൻ്റായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പം വേറെ റെസ്റ്റോറൻറ്റുകളിങ്ങനെ നോക്കി പട്ടാമ്പി കൂടെ ഇങ്ങനെ നടക്കുന്നു. രാവിലെ ഇപ്പോൾ സമയം 7:30. അങ്ങനെ നമ്മൾ വരുന്ന പട്ടാമ്പി ടൗണിൽ കൂടെ വരുമ്പോൾ നമ്മൾ കണ്ട ഒരു റെസ്റ്റോറൻ്റാണ് ഈ കാണുന്ന സായി പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. നമ്മളിതാ പട്ടാമ്പിയിലെ സായി അനന്താസ് റെസ്റ്റോറൻറ്റിലോട്ട് വരിക.
നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഒരു സാധാ റെസ്റ്റോറൻ്റ് ആയിരുന്നേ കൂടി നൈസ്. ദോശ വലിയ കുഴപ്പമില്ലായിരുന്നു, വടയും വലിയ കുഴപ്പമില്ലായിരുന്നു, കാപ്പിയും റീസണബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ എന്ന് തന്നെ പറയാം. അത് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പം ഏത് റെസ്റ്റോറൻറ്റിൽ പോകുമെന്ന് അറിയില്ല. ബട്ട് ഇവിടെ കിട്ടിയത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ക്ലിയറായി. അങ്ങനെ എന്തോ ആയിരുന്നു, സായി എന്നെന്തോ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. അത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. നമ്മളിപ്പോൾ അങ്ങനെ കല്യാൺ സിൽക്സിലാണ് വന്നിരുന്നത്, പട്ടാമ്പിയിൽ. നമ്മളങ്ങനെ കല്യാൺ സിൽക്സിൽ നിന്ന് എന്തോ തുണിയോ എന്തോ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് പട്ടാമ്പിയിൽ നിന്ന്. പട്ടാമ്പിൽ ഈ കല്യാൺ സിൽക്സ് തുറന്നിട്ട് അധിക സമയം ആയിട്ടില്ല എന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് അവിടുത്തെ സ്റ്റാഫുകൾ ഒക്കെ നല്ല സൗഹൃദപരമായ രീതിയിലാണ് നമ്മളോട് ഇടപെട്ടത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ ഏതാണ്ട് 1 മണിക്കൂറായിട്ട് പട്ടാമ്പിയിലുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ കല്യാൺ സിൽക്സിൽ കയറി അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി. അതിന് ശേഷം ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം നമ്മൾ പട്ടാമ്പിയോട് ബൈ ബൈ പറയുകയാണ്. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് മാക്സിമം ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ, 30 മിനിറ്റ്. നമ്മളങ്ങനെ കൊപ്പം എന്ന് പറഞ്ഞൊരു സ്ഥലത്തൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാം ഒരു ഗ്രാമത്തിലുള്ള ചെറിയ ചെറിയ മിനി ടൗൺ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ ഇതൊക്കെ. അങ്ങനെ നമ്മൾ മലപ്പുറത്തെത്തി, വാസിയുടെ വീട്ടിൽ വന്നു, എല്ലാവരെയും കണ്ടു. അങ്ങനെ വാസിയുടെ പുതിയ വീട് വെക്കുന്ന സ്ഥലത്ത് വഴി ഇങ്ങനെ നമ്മൾ കടന്നു പോവുകയാണ്. അതെല്ലാം കണ്ടിട്ട് നമ്മൾ തിരികെ ഇപ്പം മേലാറ്റൂരിന് പോകുന്നു. അങ്ങനെ പെരിന്തൽമണ്ണ ടൗണിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ വിനുവിൻ്റെ വീട്ടിൽ പോകണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ജദ്ദയിലുണ്ടായിരുന്ന മനോജും പ്രസീതയും, അവരുടെ വീട്ടിലും പോകണം. അതാണ് നമ്മൾ മേലാറ്റൂരോട്ട് പോകുന്ന ഒരു റോഡിൽ കണ്ട ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലാണ് ജാംജൂം മാർട്ട്. ഇത് സൗദിയിൽ വല്ല ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കും ഇവിടെ വന്ന് ജാംജൂം മാർട്ട് ഇട്ടിരിക്കുന്നത്. ജദ്ദയിലുണ്ടല്ലോ ഒരു ജാംജൂം സെൻറ്റർ. പ്രവാസി ആയിരിക്കാനുള്ള സാധ്യതയാണ് ഏറെ. അല്ലെങ്കിൽ ജാംജൂം പേര് വരില്ലല്ലോ. എന്തായാലും അതിനകത്തോട്ടൊന്ന് കയറി നോക്കാം സംഭവമൊക്കെ എങ്ങനെയെന്ന്. നമ്മളങ്ങനെ ഈ ജാംജൂമിൻ്റെ മുകളിൽ കയറി. ഇവിടുന്ന് ഇതാണ് മേലാറ്റൂർ. അല്ല ഇതല്ല, ഇത് വന്നിട്ട് മെറ്റലാണല്ലോ. മെറ്റൽ ഇതാണ് മിസ്റ്റർ വിനുവിൻ്റെ കൊട്ടാരം. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇവിടെയും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ വിനുവിൻ്റെ അച്ഛനും അമ്മയുടെയും കൂടെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, സംസാരിച്ചു ജദ്ദയിലെ വിശേഷങ്ങളൊക്കെ. നമ്മളിപ്പോൾ പോകുന്നത് മേലാറ്റൂർ ടൗണിൽ കൂടെ. വിനുവിൻ്റെ വീട്ടിൽ പോയി അതിനുശേഷം നമ്മൾ ഇനി തിരിച്ചിപ്പം പോകുന്ന വഴി പ്രസീത മനോജ് ഫാമിലിയുടെ വീട്ടിൽ കൂടി കയറിയിട്ട് വേണം നമുക്കിവിടെ നിന്ന് തിരികെ പോകാൻ. ഇപ്പം സമയം 6 മണിയായി, കുറച്ച് സന്ധ്യ ആകാൻ തുടങ്ങിയിരിക്കുന്നു. ചെറിയൊരു ടൗൺ ആണേലും ഒരു ലെവലും ലക്കാനും ഇല്ലാതെ ഒരു വണ്ടി ഓടിക്കാൻ. നോക്കിയേ, നമ്മളിവിടെ ഇങ്ങനെ കഴുതേ പോലെ നിൽക്കണം. എന്തടേ ഇത്, എന്തോന്നടേ ഇത്? ഇത് ഞാൻ ആദ്യമായിട്ട് കാണുമോ? ബോംബെ പോലും കണ്ടിട്ടില്ലല്ലോ. ആ ചേച്ചി വരുന്ന വരവ് കണ്ടോ? എന്താടേ ഇത്? ഒരു വലിയ വണ്ടിയായിട്ടാടേ ഞാൻ വരുന്നത്. എന്നെ ഒന്ന് വിട് നീ. നിങ്ങളെന്താ ഇങ്ങനെ? അങ്ങനെ നമ്മൾ ആ ഒരു ട്രാഫിക്കിൻ്റെ ചെറിയ ബഹളത്തിനിടയിൽ നിന്ന് രക്ഷപ്പെട്ട് മേലാറ്റൂർ എന്ന് പറയുന്ന ഈ ടൗണിൻ്റെ ഔട്ട്സ്കേർട്ടിലോട്ട് പോവാണ്. ഇവിടെ ഒരു ഫാമിലി റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്കുള്ള ഒരു ടൗണാണ് മേലാറ്റൂർ.
പണ്ട് മുതലേ കേൾക്കുന്ന ഒരു ടൗണാണ് നമുക്ക് മേലാറ്റൂർ അല്ലേ? പ്രസീദൊക്കെ അറിയുന്ന നാൾ മുതൽ മേലാറ്റൂർ എന്നുള്ള ടൗൺ. ഇറ്റ്സ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് കണക്കുകൾ ശരിയാണെങ്കിൽ ഒരു 18-20 വർഷം മുതലേ അല്ലേ? ഇല്ലേ? ഈ ഒരു ടൗൺ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇടയ്ക്ക് വന്നിട്ടുമുണ്ട് ഒരിക്കൽ. പക്ഷെ ചക്കുവിന് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല അല്ലേ? ഒരിക്കൽ വന്നിരുന്നു, അതിനുശേഷം പിന്നീട് ഇപ്രാവശ്യമാണേലും വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്നു ആ റൈറ്റ്. പൊക്കോ എല്ലാവരും ഭയങ്കര തെറിയില്ല. ഇതല്ലേ പ്രശസ്തമായ മേലാറ്റൂര്? ഇതാണ് മേലാറ്റൂര്. മേലാറ്റൂര് പാലക്കാട് പോകേണ്ട ആവശ്യം അല്ല, അങ്ങനെയാണോ? ഇതുള്ളല്ലോ സന്തോഷ് ബേക്ക് പുതിയ കട, വലിയ കടയാണല്ലോ. അതുമല്ല, സന്തോഷ് ബേക്കറിയുടെ പുതിയ കട. നമ്മൾ സന്തോഷ് ബേക്ക് ഹൗസിൽ വന്നു. പ്രസീദ, മനോജ്, മോളും ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ റെസ്റ്റോറൻറ്റ് പോലെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പ്രസീദ, മനോജ് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുക രാവിലെ 4 മണി. ഈ ചെറുപ്പുളശ്ശേരി റോഡാണ്, പാലക്കാട് ചെറുപ്പുളശ്ശേരി. നല്ല അടിപൊളി റോഡാണ് ഇത്, ഹൈവേ. പട്ടാമ്പി വരെ അങ്ങോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളോട് ഇങ്ങോട്ട് ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ ലെഫ്റ്റിലോട്ട് കയറാൻ പോവാം. പക്ഷെ ഇതുവരെ വന്ന ആ റോഡ് അടിപൊളി റോഡായിരുന്നു, സൂപ്പർ പുത്തൻ റോഡ്. പാലക്കാട് ചെറുപ്പളശ്ശേരി ആ റോഡ് സൂപ്പർ റോഡായിരുന്നു. നമ്മളങ്ങനെ കോത്തക്കുറിച്ചി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൂടെ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ റോഡ് വളരെ മോശമാണ്. ഒക്കെ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ടായിരിക്കാം. ഭാരതപ്പുഴയല്ലേ? നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് ചേലക്കര ആ റോഡിലൂടെയാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ കടന്നു പോയത് ഒറ്റപ്പാലം മായന്നൂർ കടന്നു പോയി. നമ്മളിനി മുന്നോട്ടിങ്ങനെ നമ്മുടെ യാത്ര നേരെ പോവുക. ഇനി പാലക്കാട് കുതിരാൻ എന്ന് പറയുന്ന ആ ഒരു ടണലിൻ്റെ ആ ഒരു റൂട്ടാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സെയിം കുതിരാൻ എന്ന് പറയുന്ന ഈ ഒരു ടണൽ കിട്ടും. അതേ ഒരു ഭാഗത്തൂടെ ആയിരിക്കും നമ്മളിനി കടന്നു പോവുക. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന പാലക്കാട്ടോട്ട് വരുന്ന ഹൈവേയിൽ തന്നെ നമ്മളൊന്ന് കണക്റ്റായി. നമ്മുടെ മുന്നിൽ കാണുന്നത് കുതിരാൻ എന്ന് പറയുന്ന പ്രശസ്തമായ പാലക്കാട്ടെ നമ്മുടെ കേരളക്കാരുടെ വൺ ആൻഡ് ഓൺലി ബിഗ് ടണൽ എന്ന് പറയില്ലേ. നമ്മളങ്ങനെ കുതിരാനെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരികയാണ്. നമുക്ക് ഈ മുന്നിൽ ഒരു പാലം കാണാം. അത് ശരിക്കും പാലമല്ല, അത് വെള്ളം കൊണ്ടുപോകുന്ന അക്വാഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമാണ്. അതാണ് നമ്മുടെ മുന്നിൽ ഈ കാണുന്നത്. കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് വെള്ളം പാസ് ചെയ്യുന്നൊരു സംഭവം. അങ്ങനെ കുതിരാനിൽ നിന്നും പാലക്കാട്ടിൽ നിന്നൊക്കെ ക്രോസ് ചെയ്ത് നമ്മുടെ യാത്ര വന്ന് നിൽക്കുന്നത് വളരെ പ്രശസ്തമായ കൊടകര എന്ന ഒരു ടൗൺ മേഖലയിലാണ്. അവിടെ നമ്മുടെ വളരെ അടുത്ത ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അവരും ഫാമിലിയും ഷീബേൻ്റെ ഏട്ടനും മക്കളും ഒക്കെ താമസിക്കുന്ന കൊടകരയിലാണ്. അവർ ജദ്ദയിലുണ്ടായിരുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ് ജദ്ദയിൽ. അപ്പം അവരെ കാണാൻ വേണ്ടി എന്നാൽ ഇതുവഴി പാസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് അവരുടെ ആ ഒരു വീടിൻ്റെ മെയിൻ ഒരു ഭാഗത്തോട്ടാണ്. ഈ റോഡൊക്കെ ഇപ്പോഴും ടാറിടാതെ ഇങ്ങനെ കിടക്കുന്നത് എന്തോ ഒരു ചെറിയ പ്രശ്നം കിടക്കുന്നതുകൊണ്ടാണ്. ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഭൂമിയാണ്. ഇവിടുത്തെ നാട്ടുകാർ
ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കയ്യേറി എന്നുള്ള ഒരു കേസ് കേട്ടുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ടാറിടാതെ കിടക്കുന്നത്. നമ്മളവരോട് പറയാതെയാണ് ഒരു സർപ്രൈസ് പോലെ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട് അവരൊരു പക്ഷേ ഇവിടെ കാണുമോ എന്ന്. അതുകൊണ്ട് 100% നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം അവിടെ എല്ലാവരും ഉണ്ടായിരിക്കുമെന്ന്. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും. ഇതാണ് വീട്. പിന്നെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ വണ്ടിയിലാണ്. അതുകൊണ്ട് നമ്മൾ ഹോൺ അടിച്ചാലും ചിലപ്പം കണ്ടിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ സ്ഥിരം വരുന്നത് ഇവിടെ നമ്മുടെ എക്കോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ വണ്ടിയിലായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ എൻഡോവറിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഭാഗ്യത്തിന് വീട്ടിൽ എല്ലാവരും ഉണ്ട്, രാജേട്ടനൊഴിച്ച്. മകനെ പോയിട്ട് വരുന്നേ. ആ ഇതാ പ്രശ്നം. നിനക്ക് കോൾഡ് അല്ലേ പ്രശ്നം? നിനക്ക് എന്നെ മനസ്സിലായോ? 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 ആ ജലദോഷ ഭാവത്തിന്. ഓ ഓ പോവാ, പിന്നെ കാണാം. അപ്പം നമുക്ക് ഇനി വരുന്ന കാണാം. 7 പേർക്ക്. ബായ്, നമുക്ക് കാണാം. ഞാൻ പൊന്നിനെ കാണാൻ പറയാം. ഓക്കെ, ഞാൻ നിൻ്റെ അടുത്ത് പറയാം. ആ എന്താ എന്താ പറ. അങ്ങനെ നമ്മളവിടെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഒരു മണിക്കൂറോളം ഇരുന്നു. രായണ്ണപ്പം രാവിലെ തന്നെ എന്തോ ഇച്ചിരി നേരത്തെ തന്നെ അമ്പലത്തിൽ പോയി. അതുകൊണ്ട് രായണ്ണ അമ്പലത്തിലെ എന്തോ ഒരു ചുമതലയുണ്ട് കമ്മിറ്റിയിൽ. അപ്പം എന്തോ ഉത്സവമൊക്കെ എന്തോ ഇവിടെ നടക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ അമ്പലത്തിലോട്ട് പോയിരിക്കുകയായിരുന്നു. അത് കാരണം കാണാൻ സാധിച്ചില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഫോൺ വിളിച്ചു നോക്കി, പക്ഷെ ഫോണും എടുത്തില്ല. പിന്നെ ഞങ്ങൾക്ക് തിരികെ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് പരിപാടികളുണ്ട് നാട്ടിൽ, വീട്ടിലോട്ട് വന്നിട്ട്. അത് കാരണം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇനിയിപ്പം നമ്മുടെ യാത്ര നേരെ എറണാകുളത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും നേരെ നമ്മുടെ റൂട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ ബൈ.